വന്നേ തുമ്പിപ്പെണ്ണേ താളമേളം പൊന്നോണമായി ചിങ്ങം വന്നേ തുമ്പിപ്പെണ്ണേ താളമേളം പൊന്നോണമായി. ഓ മൈ ഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും പൊന്നോണാശംസകൾ. ഈ പൊന്നോണത്തിന് ഞങ്ങൾ ഒരു സഹായം ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്നത് ഒരു അമ്മയെയാണ്. അമേരിക്കയിൽ നിന്ന് ഓണത്തിന് നാട്ടിലെത്തിയവർ എന്ന പേരിൽ ചില സഹായങ്ങൾ നൽകാൻ അമ്മയുടെ അടുത്തെത്തുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് കാണുക. സുമതി അമ്മയുടെ വീട് ഏതാ? കട്ടി കിടപ്പുണ്ട്. കടിക്കുവോ? പഠിക്കൂല. ഞങ്ങള് വരുന്നത് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു. കഴിച്ചായിരുന്നോ? ഇല്ല. കഞ്ഞിയൊക്കെ വയ്ക്കാൻ അടുപ്പ് പിഴിഞ്ഞെടുക്കല. ലോണ്ടിൽ അങ്ങാണ് അടുപ്പ്. അപ്പൊ പിന്നെ ഗ്യാസും അത് ഇതൊന്നും ഇല്ല. പിന്നെ തുറപ്പൊക്കെ ഇരിഞ്ഞു കൊടുക്കുമ്പോ 50-60 രൂപകൾ കിട്ടും. വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, എനിക്ക് കൈ വയ്യാത്തോണ്ട് ഏതാണ്ട ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാ തിങ്കളാഴ്ചയും പാലോട്ട് പോകണം. ഏതാണ്ട കൈ വയ്യ, വെള്ളം പറയില്ല. ഏണ്ട കൈ അവിടെ എനിക്കിങ്ങനെ ഓങ്ങി വെട്ടാൻ പറ്റില്ല. പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഓടിച്ചെന്ന് തൊഴിലുറപ്പ് ചെയ്യുമ്പോഴല്ലേ ഇപ്പൊ ഈ റോഡ് പോലെ ആക്കി ഇടണം. എല്ലാം അതുകൊണ്ട് ഞാൻ പോകൂല. ഇതിപ്പോ എല്ലാം ഫുള്ള് മുമ്പ് മാറ്റി കെട്ടി തന്നെ എല്ലാം കാറ്റടിച്ച് കീറി. പിന്നെ പൈലുകളെല്ലാം ചെറുക്കന്മാരെല്ലാം പിരിവെടുത്ത് 50-100 രൂപ പിരിവെടുത്ത് യൂക്കാരി കൂപ്പി ചെന്ന് തടികൾ മുറിച്ചാണ് ഇത് കെട്ടി തന്നത്. 3 മണ്ണും വീടും വന്ന എന്റെ പേര് തന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്തു കൊടുക്കണം. എത്ര കാലം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു? 10-30 വർഷം കൊണ്ട് കിടക്കാൻ ഇങ്ങനെ തന്നെയാണ്. അവരൊന്നും ചെയ്തില്ല. അപ്പുറത്ത് വന്നതായിരിക്കോ? നിങ്ങള് വാർത്ത കെട്ടിടത്തിൽ കിടക്കുന്ന സുമതി ഞാൻ കിടക്കട്ടെ. അമ്മച്ചി എത്ര കസേര പറഞ്ഞ ഇവിടത്തേക്ക്? എന്നോട് പറഞ്ഞില്ല സാറ് മുമ്പ് അവിടെ വന്നതാ. അല്ല അമ്മച്ചി, എടാ നിന്റെ അടുത്ത് എത്രടാ പറഞ്ഞത്? 15 കസേര. 15 കസേര. എടാ 15 കസേര എണ്ണി ഇറക്ക് അമ്മച്ചിക്ക്. നമസ്കാരം. എന്ത് വന്നേ? അല്ല, അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് USA വന്നതാണ്. ഈ കാര്യേ ഉള്ളു. അപ്പൊ ഇങ്ങനെ മെമ്പർ പറഞ്ഞിട്ട് നമ്മളിവിടെ അമ്മേനെ ഒരു ചാറ്റി പോലെ ഹെൽപ്പ് ചെയ്യണം. ഡ്രസ് എടുക്കണം, കുറച്ച് ഫണ്ടും കൊടുക്കണം. നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഞാൻ പറയാം. നിങ്ങൾ ആർക്ക് ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? അമ്മക്ക്. ഈ അമ്മച്ചി ആരും നിങ്ങൾക്ക് അറിയാമോ? അല്ല, ഇങ്ങനെ കുറച്ച് ഇത്രയും പാവമായിട്ട് നിൽക്കുന്നെങ്കിലും കോടീശ്വരിയാണ് അമ്മച്ചി. അല്ല അമ്മച്ചി, ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കാം. ഇനിയെങ്കിലും നമ്മളിത് പറഞ്ഞില്ലേ ഇവരൊക്കെ അറിയണ്ടേ? എന്തിനാണത് പറയണത്? അമ്മച്ചിയുടെ സ്വത്ത് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് എന്തെല്ലാം ഹെൽപ്പ് അമ്മച്ചി ചെയ്യുമെന്ന് അറിയാമോ? അതുപോലെ നിങ്ങൾ ഈ നമ്മളെ അമ്പലമുക്കില് ഒരു ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ വേറെ കവടിയാറ് അമ്മച്ചി ഫ്ലാറ്റ് ഉള്ളത്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കൂ? അമ്മച്ചിയുടെ ശീലം പണ്ട് പോലെ അങ്ങനെയാണ്. പാവപ്പെട്ട സ്ത്രീയെ പോലെ ജീവിച്ച് അങ്ങനെയാണ് എന്റെ ഒരു രീതി. ഒരു 7 നിലയുണ്ട് അവിടെയുള്ള ഫ്ലാറ്റിൽ. വാടകയ്ക്ക് കൊടുത്തേ? അമ്മച്ചി നമുക്ക് ഇതിനെപ്പറ്റി അറിയണം കേട്ടോ. അല്ലാതെ ചേച്ചി സംഭവം പറയാം. ഈ അമ്മച്ചി മാസം തോറും ഒരു 500 പേർക്ക് അന്നദാനം നടത്തും. അമ്മച്ചി അതിന് വേണ്ടി നമ്മൾ ഈ ടാർപ്പയും കൊണ്ടുവന്നണ്ട. പിന്നെ കൈകൊട്ടി കളി വൻ സെറ്റപ്പ് ഉണ്ട് ഓണം പ്രമാണിച്ച്. നിങ്ങളിപ്പോ ചായറ്റായിട്ട് എന്തിനാണ് കൊടുക്കണം അമ്മച്ചി? ഞങ്ങള് ഓണത്തിന് ഡ്രസ്സും കുറച്ച് ഫണ്ടും ഇപ്പൊ കൊടുക്കും. പിന്നെ വീടും റെഡിയാക്കി. ആ ഫണ്ടും എല്ലാം പാവപ്പെട്ടവർക്ക് അമ്മച്ചിക്ക് നിങ്ങളെ ഫണ്ടും വേണ്ട. ഒരു പോലീസാണ്. സംസാരിക്കാം. ഹലോ സാർ. ഹലോ സാറ് ഇവിടെ വരണം. ഇവിടെ വഴക്ക് നടക്കുകയാണ്. 9 ഏക്കർ കരിയൻ കോളനിയിൽ വരണം. സുമതി അമ്മച്ചി കോടീശ്വരി ഇവിടെ വരണം. സാർ ഉണ്ടാക്കുന്നത് ഇവിടെ സാറുമാര് വരുമ്പോ കാണാം. വരും.
പെട്ടെന്ന് വരണം, അല്ലെ ഞാൻ അവിടെ തൂങ്ങും. ഇത് കോടീശ്വരി സുമതി അമ്മച്ചിയാണ്. കോടീശ്വരി മാറേ അങ്ങനെ ചോദിച്ചാലേ ഇവിടെ അറിയാവൂ. ഇവിടെ വന്നിട്ടേ മാറേ ആരാ പറഞ്ഞാ മാറണം. യോ എന്നെ അടിക്കാൻ വരണേയാണ്. പോണം സാറിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം. സംസാരിക്കണം. സാറേ ഞാൻ അവിടെ ഇടയ്ക്ക് വന്നിട്ടുള്ള സുധനാണ്, മറ്റേ പെയിന്റ് അടിക്കൊക്കെ വന്നിട്ടുള്ളതാണ്. സാറേ ഈ നിൽക്കുന്നത് നമ്മളെ കോടീശ്വരിയായ സുമതി അമ്മച്ചിയുടെ വീട്ടിലാണ്. ഈ കോടീശ്വരിയായ അമ്മച്ചി പാവപ്പെട്ട സ്ത്രീ എന്ന് വിചാരിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് 2 സ്ത്രീകൾ വന്നിട്ട് ഒരു കൊച്ചും അതിന്റെ കൂടെ ചേച്ചിയും കൂടെ വന്നിട്ട് 20,000 രൂപ കൊടുക്കാൻ പോണു സാറേ. മെനഞ്ഞാന്നും അവിടുത്തെ ബാങ്ക് നന്ദിയോട് ബാങ്കിൽ നിന്ന് അമ്മച്ചി 5 ലക്ഷം രൂപ 5 ലക്ഷം എഴുതി പോയ സമയത്ത് 5 ലക്ഷം കൊണ്ട് വച്ചിട്ട് എഴുന്നേറ്റ് 1,500 കേട്ടോ അവരുടെ അടുത്ത് പോയി, അതായത് വന്ന അമേരിക്കക്കാരുടെ പോയി. സാറ് കേൾക്കുന്നുണ്ടോ? അമേരിക്കക്കാരത്താണ് പറയുന്നത്. സാറ് വരണ്ട കേട്ടോ സാറേ, ഇവിടെ വിഷയമൊന്നുമില്ല സാറേ. പിന്നെ കേട്ടോ അമ്മച്ചി. ദാദാ അമ്മ വാ പിടി വാ. എനിക്ക് സന്തോഷം. അതെ അല്ല അമ്മയ്ക്കല്ലേ, അമ്മച്ചി അതിന്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് ആവശ്യം കോടിയുള്ള പൈസ ഉണ്ടെങ്കിൽ നല്ല പൈസ ഉള്ള അമ്മ. അവർക്ക് എന്താ ഇത്? നിങ്ങൾ പോയി പോണേ. അയ്യോ ഇല്ല, 50,000 രൂപ കിടക്കണ്. അവര് പോണ അണ്ണാ 50,000 രൂപ ഇരിക്കണ്. 50,000 രൂപ പൈസ ഇരിക്കണ്. എന്നാ ഫുൾ 500 നോട്ടെണ്ണ. എനിക്ക് വേണ്ട നിങ്ങളെ ഐശ്വര്യമുള്ള കൈ കൊണ്ട് കൊടുറാ. രണ്ടുപേരും കൂടെ ചേർന്ന് കമ്പിരിക്കല്ലേ ഇനി വരത്തില്ല. കമ്പെടുത്ത് മാറ്റ്. ഇനി ഐശ്വര്യമായിട്ട് കൊടു, രണ്ടുപേരും ചേർന്ന് കൊടു. എന്തിനാണ് പറയുന്നത്? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയും. അമ്മ ഞങ്ങള് വരുന്നതേ നമ്മള് പേട്ടയിലില്ലേ, പേട്ടയില് കൗമുദി ചാനലുണ്ടല്ലോ, അവിടെ നിന്ന് ഓമൈ ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, പ്രാങ്ക് ഷോ. അവിടെ നിന്നാണ് വരുന്നത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. അമ്മ ഞങ്ങള് 2 പേര് മാത്രല്ല, ഇത്രയും പേരും അവിടെ നിന്നാണ് വന്നത്, പേട്ടയെന്ന്. അമ്മച്ചിയെ കാണണം, അമ്മച്ചിയായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കണം, ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അമ്മച്ചിക്ക് ഇപ്പൊ തന്നേക്കുന്നത് എന്തറിയാമോ? ഓണത്തിന്റെ ഡ്രസ്സാണ്. ഈ ഓണ ഡ്രസ്സ് മാറി അമ്മച്ചി വരുമ്പോഴത്തേക്കും കൈകൊട്ടിക്കളി ടീമും ബാക്കിയുള്ള എല്ലാം റെഡിയായി, ഞങ്ങൾ റെഡിയായി ഇവിടെ നിൽക്കും. ഓക്കെ, അമ്മച്ചി ഐശ്വര്യമായിട്ട് അകത്ത് കയറി പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഇത് സുമതിയമ്മ. 35 വർഷമായി കീറിപ്പറഞ്ഞ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കുടിലിൽ കാലം തള്ളി നീക്കുകയാണ് ഈ അമ്മ. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പാലുവള്ളിയിലെ 9.5 ഏക്കർ ഹരിജൻ കോളനിയിലാണ് ഈ ജീവിതം അരങ്ങേറുന്നത്. ഈ അമ്മയ്ക്ക് കൂട്ടായി 2 പട്ടികളും 3 പൂച്ചകളും ഈ കുടിലുണ്ട്. ഒടിഞ്ഞു വീഴാറായ ഒരു കട്ടിലിൽ ഒരുമിച്ചാണ് എല്ലാവരും അന്തിയുറങ്ങുന്നത്. സ്വന്തമായ ഭൂമി ഇല്ലാത്തതുകൊണ്ട് ബന്ധുവിന്റെ കാരുണ്യത്താൽ ആരോ വച്ചു കെട്ടിക്കൊടുത്തതാണ് ഈ കുടിൽ. 35 വർഷമായി പലയിടങ്ങളിലായി കുടിൽ വച്ചു കെട്ടി ജീവിക്കുകയാണ് ഈ അമ്മ. 83-കാരിയായ അമ്മ വരുമാനത്തിനുള്ള വക തേടുന്നത് ഒടിഞ്ഞു വീഴുന്ന വിറകുകൾ ശേഖരിച്ച് കിലോമീറ്ററുകൾക്കകലെ കൊണ്ടുപോയി നൽകുമ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ്. ഒരു കക്കൂസ് പോലും ഇവർക്കില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മണ്ണെണ്ണ വിളക്കാണ് വെളിച്ചത്തിനുള്ള ആശ്രയം. ഇഴജന്തുക്കൾ കയറിയിറങ്ങുന്ന ഇവിടെ ഒരു വാതിൽ പോലുമില്ല. വേദനകൾ മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന ഈ അമ്മ കണ്ണീര് പുറത്ത് കാണിക്കാതെ മിക്കപ്പോഴും ഉള്ളുലഞ്ഞ് പാടും. പഴം തിന്ന
തിന്നാൻ കൊതിച്ചോരു ചെടി നട്ടു ഞാൻ പല കാലം അതിനായി കാത്തിരുന്നു ഞാൻ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് തോട്ടുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാ വർഷവും നമ്മളോടൊപ്പം ഓണത്തിന് ഓരോ ആൾക്കാരുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ നന്ദിയോട് നമ്മുടെ എക്സ് മെമ്പറായ സതീശൻ ചേട്ടൻ തന്ന ലിസ്റ്റിൽ നമ്മളെ ഈ സുമതി അമ്മയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം ഈ വീട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വളരെ കഷ്ടത അനുഭവിക്കുന്ന അമ്മയാണ്. ഒറ്റയ്ക്കാണ് താമസം. ആ കൂട്ടിന് 2 നായ്ക്കുട്ടികൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഒരു ജോലിക്ക് നേരത്തെ തൊഴിലുറപ്പിന് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ കൈ വയ്യാത്തത് കൊണ്ട് അതിനും പോകാൻ പറ്റുന്നില്ല. പെൻഷൻ ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷനിലും മറ്റ് ആൾക്കാർ സഹായിക്കുന്ന ഇതിലാണ് നമ്മുടെ സുമതി അമ്മ ജീവിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും സുമതി അമ്മയോടൊപ്പം ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഞങ്ങളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കേ അമ്മ എന്തോന്ന് വിചാരിച്ച് ഇവിടെ ഈ യവന്മാര് മര്യാദ വിചാരിച്ചില്ല. എല്ലാം എനിക്ക് തന്നെ വന്നെന്ന് ഞാൻ നമ്മൾ ഈ കാണുന്ന സുമതി അമ്മച്ചി അല്ല. കാരണം സൂപ്പർ പാട്ടുകാരിയാണ് സുമതി അമ്മച്ചി. ഒരു പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ഓമയുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊന്ന് പാടുവോ? പഴം തിന്നാൻ കൊതിച്ചോരു ചെടി നട്ടു ഞാൻ പല കാലം അതിനായി കാത്തിരുന്നു ഞാൻ. വേദനയായി പോവുക ഞാനീശ്വര ഫലമില്ല വൃക്ഷത്തിനെ വെട്ടിമാറ്റു സോദര ഒരു നല്ല നാളെയുടെ പുലരി വന്നണഞ്ഞു ഞാനോ മനച്ചു വളർത്തിയ ചെടിയിൽ പൂവിരിഞ്ഞു വിശപ്പു കൊണ്ടൊരു നാൾ ഞാൻ അതു പറിച്ചു വിഷം ചുറ്റി അതിൽ നിന്നൻ കരൾ പൊട്ടിത്തെറിച്ചു. അടിപൊളി അടിപൊളി. അതുപോലെ തന്നെ നമുക്ക് ഈ ഇവിടെ കൈകൊട്ടിക്കളി ടീമുകൾ എത്തിയിട്ടുണ്ട്. അമ്മച്ചിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഓമയഗോഡിന്റെ തന്നെ ആൾക്കാരാണ്. അതുപോലെ തന്നെ അമ്മച്ചിക്ക് ഓണ സദ്യ നമ്മളോടൊപ്പം കഴിക്കുന്നതോടൊപ്പം തന്നെ ഓണ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ ഡിക്സൽ ഫാഷനബിൾ ഇന്നർ വെയറും മെൻസ് വേൾഡ് ബാലരാമപുരാന്റെ നെയ്യാറ്റിങ്കരയാണ് അമ്മച്ചിക്ക് കൊണ്ടുവന്നത്. അത് നിസ്സാര സംഭവങ്ങളല്ല. അമ്മച്ചിക്ക് ഇവിടെ ഈ വീടിന്റെ സംഭവം കുറെ ചോരുന്നുണ്ടല്ലോ. ഭാഗം ക്ലിയർ ആയിട്ട് തൽക്കാലം ആദ്യം ഞങ്ങൾ ടാർപ്പ കെട്ടി അത് സെറ്റ് ചെയ്യും. പിന്നീട് നമുക്ക് ഡെവലപ്പ് ആക്കാം. 2 അമ്മച്ചി കിടക്കാനായിട്ട് കട്ടിലുണ്ട്, മെത്തയുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട പാത്രങ്ങളുണ്ട്, പലവ്യഞ്ജനങ്ങളുണ്ട്, ബെഡ്ഷീറ്റുകളുണ്ട്, പിന്നെ തലേണയുണ്ട്. എല്ലാ സംഭവങ്ങളും, അതായത് ഒരു വീടിന് വേണ്ട അമ്മച്ചിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മച്ചിക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇപ്പൊ ഒരു വീട് എന്നുള്ള എല്ലാവരും വേറെ ഇതാണ് ഇപ്പം വേണ്ടത്. കയറി കിടക്കാൻ ഒരു വീട് വേണം. ചോര ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെന്താണ്? പകലുറങ്ങാൻ നേരമുണ്ട്, അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണ്ടേ, രാത്രി ഉറങ്ങാൻ പറ്റുമോ വെള്ളത്തിനകത്ത്? ശരി. അതുപോലെ തന്നെ എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട എല്ലാ കോർഡിനേഷനും ചെയ്തിരുന്നത് നമ്മളെ കേരളാമുദിയുടെ ജിജി പച്ചയാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അപ്പോ ഞങ്ങള് തുടങ്ങി മഴ. അതെ തന്നെ അമ്മച്ചിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കൈകൊട്ടിക്കളി, അതിന് ശേഷം നമുക്ക് ഓണി സദ്യ കഴിക്കാം. എന്ത് പറയുന്നു? അപ്പൊ ആദ്യം കൈകൊട്ടിക്കളിയാണ്. സ്വരമായി കാണേ കൺകളിൽ നിറമായി പൂവാലിപ്പുഴ തുള്ളി നിറഞ്ഞ് ഓണത്തോണികൾ പറന്നേ ആകാശ കണ്ണ
സുമതി അമ്മയോടൊപ്പം ഓണസദ്യ നമ്മൾ ഓമയോ ടീം കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പം അമ്മ ഇപ്പൊ കുറേ നാളുകൾ ആയില്ലേ ഈ ഓണത്തിന് ഇങ്ങനെ സദ്യ ആയിട്ടൊക്കെ കഴിക്കുന്നത് അല്ലേ? എപ്പോഴും ഈ കഞ്ഞിയും ഇതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും. ഇപ്രാവശ്യമാണ് ഓണത്തിന് നമ്മൾ സദ്യ, അത് നമ്മളോടൊപ്പം. അതെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചോരുന്ന കൂരയാണ്. അപ്പോൾ ഇത് മാറണം. അതിനായിട്ടുള്ള തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഈ പുതിയ ടാർപ്പ നമ്മൾ വലിച്ചു കെട്ടി കൊടുക്കുകയാണ്, ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം. അതിനുശേഷം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു വീട് ഇവിടെ പകരം വരും. അതിനുള്ള സെറ്റപ്പിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. അതെന്തായാലും ഉറപ്പായിട്ട് ഇതിനു മുമ്പുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്തൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ ഇതും ഉറപ്പായിട്ട് നടപ്പിലാക്കും. അപ്പോൾ അമ്മ അറിയാമല്ലോ, ഇനിയിപ്പോൾ ടാർപ്പ കെട്ടി ഇപ്പോൾ തൽക്കാലം തരും. അതിനുശേഷം നമുക്ക് മാറ്റാം കേട്ടോ. നമ്മൾ സുമതി അമ്മയോടൊപ്പം ഓണം ആഘോഷിച്ചു. ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് ഡിക്സൽ ഇന്നർ വെയറിനും അതുപോലെ തന്നെ മെൻസ് വേൾഡിനുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഓടി നടന്ന നമ്മുടെ അരുൺ കുട്ടപ്പൻ, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ കൈകുട്ടിക്കളി ഭദ്ര കലാസമിതി നന്ദിയോടിനും ഞങ്ങളുടെ കൗമുദി ടിവിയുടെ ഓമയോ ടീമിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ അമ്മച്ചിയുടെ അവസ്ഥ, സുമതി അമ്മയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അമ്മയെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചാലേ നമ്മുടെ ആഗ്രഹം സബലീകരിക്കാൻ പറ്റൂ. അപ്പോൾ ഈ നമ്പറിൽ, ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. 8086741511 8086741511 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അമ്മയെ എങ്ങനെ സഹായിക്കാം എന്നുള്ളത് അദ്ദേഹം പറയും. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ അമ്മ സന്തോഷമായല്ലോ? എല്ലാം ഓക്കെ ആണല്ലോ? ശരി ശരി. അപ്പോൾ എല്ലാത്തിനും സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ടാറ്റ. ഒരു നല്ല നാളെയൂടെ പുലരി വന്നണഞ്ഞു, ഞാനോ മനച്ചു വളർത്തിയ ചെടിയിൽ പൂവിരിഞ്ഞു.